അപ്പൊ നിങ്ങളെ പഞ്ചായത്തിൽ നിന്ന് ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാ, തിരിച്ചറിയൽ കാർഡ്, റേഷൻ കാർഡ്, പിന്നെ 2 സാക്ഷികളുടെ സത്യവാങ്മൂലം വേണം. അപ്പൊ ഇനി ആരെ കിട്ടുമോ? ഇപ്പൊ പോയാൽ കിട്ടുമോ? ആരെങ്കിലും എവിടുന്ന് കിട്ടുമോ? ഇവിടെ മറ്റേ സുമേഷ് ചേട്ടനും ആ ഉണ്ണി നിപ്പുണ്ട് പെയിന്റ് പണിക്ക് പോണേ. ആ അവര് പോയിട്ടുണ്ടാവില്ല. 2 ആൾക്കാർ ഇവിടെ ഉണ്ട് സാർ. കയ്യോടെ കൊടുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് മാത്രം അപ്പൊ തന്നാൽ മതി. സുമേഷ് ചേട്ടാ, സുമേഷ് ചേട്ടാ, സുമേഷ് ചേട്ടാ. അല്ല അയാൾക്ക് ചെവി കേൾക്കില്ല. അതിന് അവിടെ ചെന്ന് വിളിച്ചിട്ട് വാ. ഓഫീസല്ലേ ഇവിടെ നിപ്പുണ്ട്. നീ വാതിക്കയില് പോയി വിളിച്ചിട്ട്. സുമേഷ് ചേട്ടാ, സുമേഷ് ചേട്ടാ. മാഡം, ഇത് സുമേഷ് ഏട്ടൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന ആളാണ്. തൊട്ടപ്പുറത്ത് അച്ഛൻ്റെ കൂട്ടുകാരനൊക്കെ ആയിട്ടുള്ള ആളാണ്. ഇത് ഉണ്ണി പെയിന്റിങ്ങിന്റെ പണിക്കൊക്കെ പോവും. പിന്നെ വേറെ പെയിന്റിംഗ് ഇല്ലാത്ത ഞാൻ ചോദിച്ചോളാം. ഓ, എന്താ പേര്? എന്റെ പേര് സുമേഷ് കുമാർ. ഇയാളെ അറിയാമോ? പിന്നെ അറിയാം. എന്താ ഇയാളുടെ പേര്? പേരെന്താ? എന്റെ പേര് സത്യശീലൻ. സത്യശീലൻ. ഇയാളുടെ അച്ഛനെ അറിയാമോ? അറിയാം. ആരാ? ചൊറിയൻ കുമാരൻ. അച്ഛൻ മലേഷ്യൻ കുമാരൻ. അത് മലേഷ്യൻ കുമാരൻ എന്നുള്ള ഇപ്പോഴല്ലേ, മുമ്പ് ചൊറിയൻ കുമാരനായിരുന്നു. ഇയാളുടെ അച്ഛന്റെ പേര് കുമാരൻ എന്നാണോ? എന്റെ അച്ഛൻ്റെ പേര് കണ്ണനായിരുന്നു. അതല്ല. എന്താ നിങ്ങളുടെ പേരെന്താ? ഉണ്ണി. ഇയാളറിയാമോ? എന്റെ അറിയോന്ന് നിനക്ക് അറിയാം. ആരാ? സത്യശീലൻ. ആ, മരിക്കണവരെ ഇയാളുടെ കൂടെയായിരുന്നോ അച്ഛൻ താമസിച്ചിരുന്നേ? ഇയാളെ കൂടെ തന്നെ താമസിച്ചു. അതാണ് ചോദിക്കുന്നത്. അത് ശരിയാ. അത്രേ അറിയണ്ടു. ഉറപ്പാണല്ലോ? ഉറപ്പാണ്. എന്നാ 2 പേര് ഇതില് സൈൻ ചെയ്യണം. 2 എഴുതി ഒപ്പിട്ട് കൊടുക്കും കേട്ടോ. ഒപ്പിട്ട് കഴിഞ്ഞാൽ വല്ല കുഴപ്പമുണ്ടാവോ? ഒപ്പിട്ട് എന്താ കുഴപ്പം? സുമേഷ് ചേട്ടന് ഒപ്പിടാൻ അറിയാവോ? അല്ല, നിങ്ങളെ പോലീസ് പിടിക്കും. വെറുതെ പറഞ്ഞ കഴുത്ത് വേദന. കഴുത്തോട്ടല്ലേ ഒപ്പിട്, കൈയോട്ടല്ലേ അവിടെ ഒപ്പിട്. ഞാനൊപ്പിടാം. എന്തിന്? ശരി. മാഡം, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? മാഡം, നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് അങ്ങോട്ട് ചെല്ലും. വെറുതെ സമയം കളയാൻ വേണ്ടി. സാറേ, ഇനിയിപ്പോ എന്താ? ഇനി പഞ്ചായത്ത് പോയിട്ട് ഡെത്ത് സർട്ടിഫിക്കറ്റും മറ്റു പേപ്പറൊക്കെ ആയിട്ട് വന്നാൽ 1 സൈൻ സർട്ടിഫിക്കറ്റും പിന്നെ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റും ഞാൻ അങ്ങോട്ട് തരും. അത് കിട്ടിക്കഴിഞ്ഞാൽ ബാങ്ക് പോയിട്ട് 10 ലക്ഷം ഉറുപ്പ്യ കൊണ്ട് എടുക്കാലോ. അതെ കണ്ടു. അപ്പൊ ഒരു 30,000 ഉറുപ്പ്യ നടവരവ് ഇങ്ങോട്ട് തരേണ്ടി വരും. എങ്ങനെ? 30,000 ഉറുപ്പ്യ. 30,000 രൂപ ഞങ്ങൾ തരണം? അതെന്തിനാണ് സാറേ? നമുക്കിപ്പോ ഈ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് ഒക്കെ വേണ്ടേ? അയ്യോ, അത് 30,000 പറ്റില്ല സാറേ. 1000 രൂപയോ? വേണ്ട, 30,000 വേണ്ട. പക്ഷെ ഈ സത്യപാലനും സത്യശീലനും ഒരാളാണോ അല്ലയോ എന്ന് ഞങ്ങൾക്ക് തീരുമാനിക്കേണ്ടി വരും. 10 ലക്ഷം എന്ന് പറയണ്ടായിരുന്നല്ലേ? അത് പറഞ്ഞിട്ടില്ല. ശരി, കുഴപ്പമില്ല സാറേ, അത് തരാം. മണ്ടു, എന്നാ അവര് വന്നാൽ ഇത് വേഗം ക്ലിയർ ചെയ്തേ കേട്ടോ. അപ്പൊ പേടിക്കണ്ട. എന്നാ പോയിക്കോട്ടെ. ശരി.